നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സുകളിൽ നോക്കിയിരുന്നത് ഒരു കാര്യം ചെയ്യാറുണ്ട്, എവറിഡേ ആക്ഷൻസ് ആണ് നോക്കിയിരുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തു, യെസ്റ്റർഡേ ആക്ഷൻസ് നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ഒരു കാര്യം ചെയ്യും, ടുമോറോ ആക്ഷൻസ്. നാളെ ഒരു കാര്യം ചെയ്യും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇത് വളരെ ഈസിയാണ്. ഒരു കാര്യം ചെയ്യും എന്ന് പറയാൻ വില്ലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വില്ല് ഉപയോഗിച്ച് കൊടുത്താൽ ഏത് കാര്യവും ചെയ്യും എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ കൂടെ വില്ലിന് ശേഷം ആക്ഷൻ V1 തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ നാളെ നിന്നെ വിളിക്കും എന്നെങ്ങനെ പറയും? ടുമോറോ ആക്ഷൻസ് ആണ്. സോ വില്ല് വെച്ചിട്ടാണ് പറയേണ്ടത്. ഐ വിൽ. വില്ല് കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ V1 ആണ് വേണ്ടത്. കോൾ യു. ഐ കോൾ യു ടുമോറോ. ഞാൻ നിന്നെ നാളെ വിളിക്കും. ഒരു കാര്യം ചെയ്യും എന്ന് പറയാൻ ആദ്യം ആക്ടറിനെ പറയുന്നു, ചെയ്യുന്ന ആളെ പറയുന്നു, ദെൻ വിൽ ചേർത്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആക്ഷൻ V1 കൂടെ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എവറിഡേ ആക്ഷൻസിൽ കുറേ സെൻറ്റൻസ് നോക്കിയിരുന്നല്ലോ, അതൊക്കെ ടുമോറോ ആക്ഷൻസിലോട്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാൻ എന്നും 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock എവറി ഡേ. ഞാൻ ഇന്നലെ 6 മണിക്ക് എണീറ്റു. ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock യെസ്റ്റർഡേ. ഇനി പറയേണ്ടത് ഞാൻ നാളെ 6 മണിക്ക് എഴുന്നേൽക്കും. ഐ വിൽ വേക്ക് അപ്പ് അറ്റ് 6 o'clock ടുമോറോ. ഞാൻ നാളെ 6 മണിക്ക് എഴുന്നേൽക്കും. നമുക്ക് എവറിഡേ ആക്ഷൻസ് എല്ലാ സെൻറ്റൻസും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഐ വിൽ എന്നുള്ളത് നമുക്കൊന്നും കൂടി ഷോർട്ട് ആക്കിയിട്ട് ഐൽ എന്ന് പറയാൻ പറ്റും. സോ എങ്ങനെ പറയാം? ഐൽ വേക്ക് അപ്പ് അറ്റ് 6 o'clock ടുമോറോ. I'll turn off the fan tomorrow. I'll go to restroom tomorrow. I'll take my brush tomorrow. I'll brush my teeth tomorrow. I'll put on my clothes tomorrow. I'll drink a cup of coffee tomorrow. I'll read newspaper tomorrow. I'll watch television tomorrow. I'll speak English tomorrow. സോ ഒരു കാര്യം ചെയ്യും എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വില്ല് വെച്ചിട്ട് അതിനുശേഷം ആക്ഷൻ V1 വെച്ച് കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് സെൻറ്റൻസ് നോക്കാം. ഞാൻ നാളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഐൽ അറ്റൻഡ് ദ ഇൻ്റർവ്യൂ ടുമോറോ. ഞാൻ നാളെ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യും. ഐൽ മീറ്റ് മൈ ഫ്രണ്ട്സ് ടുമോറോ. ഞാൻ നാളെ ബിരിയാണി കുക്ക് ചെയ്യും. ഐൽ കുക്ക് ബിരിയാണി ടുമോറോ. ഞാൻ നാളെ ഹൈദരാബാദിലോട്ട് യാത്ര ചെയ്യും. ഐൽ ഗോ ടു ഹൈദരാബാദ് ടുമോറോ. സോ ഒരു കാര്യം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ വില്ല് ചേർത്തിട്ടാണ് പറയേണ്ടത്. 8 ആക്ടേഴ്സിൻ്റെയും കൂടെ സെയിം സ്ട്രക്ചറാണ്. സോ വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഐ വിൽ വേക്ക് അപ്പ് അറ്റ് 6 o'clock ടുമോറോ. യു വിൽ വേക്ക് അപ്പ് അറ്റ് 6 o'clock ടുമോറോ. they'll wake up at 6 o'clock tomorrow. we'll wake up at 6 o'clock tomorrow. he'll wake up at 6 o'clock tomorrow. she'll wake up at 6 o'clock tomorrow. everybody will wake up at 6 o'clock tomorrow. John will wake up at 6 o'clock tomorrow. 8 ആക്ടേഴ്സിൻ്റെയും കൂടെ സെയിം സ്ട്രക്ചറാണ്. ശേഷം V1 ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്കിത് വളരെ ഈസി ആയിട്ട് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ടുമോറോ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നാളെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത്, മറിച്ച് നമ്മളിപ്പോൾ ഉള്ള ഒരു മൊമെൻറ്റില്ലേ, ഇതിന് ശേഷം വരാനുള്ളതൊക്കെ നമുക്കിനി ടുമോറോ ആക്ഷൻസ് ആണ്. എങ്ങനെ? ഞാൻ ഇന്ന് വൈകുന്നേരം അവനെ മീറ്റ് ചെയ്യും. എങ്ങനെ പറയാം? ഐ വിൽ മീറ്റ് ഹിം ദിസ് ഈവനിങ്. സോ അവിടെ വില്ല് ചേർത്തിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ടുമോറോ ആക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും, അത് നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് ഇയർ, ആഫ്റ്റർ 10 years, ഇനി വരാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ടുമോറോ ആക്ഷൻസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റും. ആ പറയുന്ന സെൻറ്റൻസുകളൊക്കെ നമ്മൾ വില്ല് ചേർത്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. I hope it's clear, so kindly practice with many sentences.